പ്രഗ്നന്റ് ആണെന്ന കാര്യം ഓഫീസിൽ എല്ലാവരും അറിഞ്ഞു എന്നൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് ഹ്യൂൺ രാവിലെ ഉണരുന്നത്. സ്വപ്നം ആയിരുന്നെന്ന് അറിയുമ്പോൾ അവൾക്ക് ആശ്വാസമാവും. വയ്യാത്തത് കൊണ്ട് തന്നെ മിറാനെ അവളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. മിറാൻ വരുമ്പോഴത്തേക്കിനും ആരോ ഫുഡ് ഓർഡർ ചെയ്തത് വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് പ്രസിഡന്റ് ആയിരിക്കും എന്ന് മിറാൻ ഊഹിക്കും. ഇന്നലെ ടീം ഡിന്നറിനൊക്കെ പോയി എന്നറിഞ്ഞു, നിങ്ങൾ ക്ലോസ് ആയോ എന്ന് മിറാൻ ചോദിക്കുന്നതുകൊണ്ടാണ് ഹ്യൂൺ തലേദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. അവൾക്ക് വൊമിറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും എല്ലാവരും അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാര്യം പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അവള് റോ ബീഫ് കഴിച്ചിട്ടാണ് അങ്ങനെയൊക്കെ വന്നതെന്നുള്ള രീതിക്ക് സിയോൺ പറയും. അങ്ങനെയാണ് അവള് രക്ഷപ്പെടുന്നത്. ബാക്കിയുള്ളവർ അതുകൊണ്ട് അവളെ സംശയിക്കത്തില്ല. മുമ്പേ എന്താണ് എന്നോട് പറഞ്ഞത്, എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഡോജുവിന്റെ അടുത്ത് ഹ്യൂൺ ചോദിക്കുമ്പോൾ ഇയാളെ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചെങ്കിൽ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കാമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് അവൻ പറയും. കൂടുതലൊന്നും വിശദീകരിക്കത്തില്ല. പിന്നെ ഇയാളിപ്പോ പ്രിറ്റൻഡ് ചെയ്ത് രക്ഷപ്പെട്ടു എന്ന് വെച്ചിട്ട് എപ്പോഴും അത് പറ്റണമെന്നില്ല, അതുകൊണ്ട് എല്ലാവരെയും അറിയിക്കുന്നതല്ലേ നല്ലതെന്ന് ഡോജുൻ ചോദിക്കുന്നുണ്ടേ. ഇയാൾ പ്രസിഡന്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നമല്ലായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വരെ ജർമ്മനിയിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോ ഞാൻ റിവീൽ ചെയ്യുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഗോസിപ്പിനൊക്കെ കാരണമാകും, അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു എന്ന് അവൾ മിറാന്റെ അടുത്ത് പറയും. മിറാൻ ആത്മാർത്ഥമായിട്ട് അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. കുട്ടിക്ക് വേണ്ടിയിട്ട് നിക്നെയിം ഒക്കെ കണ്ടുപിടിക്കും. ഓഫീസിൽ വരുമ്പോൾ ഹിയോൺ വലിയ കാര്യത്തില് എനിക്ക് വേണ്ടിയിട്ട് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് മെസ്സേജ് അയക്കും. ഞാൻ വാങ്ങിച്ചപ്പോൾ കുറച്ച് ബാക്കി വന്നു, അതുകൊണ്ട് തന്നയച്ചതാണ്, അതിന് എന്നോട് താങ്ക്സ് പറയൊന്നും വേണ്ടെന്നാണ് അവൻ മറുപടി അയക്കുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. ഞാൻ തെറ്റിദ്ധരിച്ചു, എനിക്ക് അന്നേരം അറിയായിരുന്നു എന്ന് അവൾ അന്നേരം മറുപടി അയക്കും. അവൻ ശരിക്കും അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്, അങ്ങനെ പറയാൻ വയ്യാത്തത് കൊണ്ട് അങ്ങനെ മെസ്സേജ് അയച്ചതാണ്. സെക്രട്ടറി ഗോയുടെ സിസ്റ്ററിന് 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നെല്ലാം അയാൾക്ക് വിശദമായിട്ട് അറിയാം. അതെല്ലാം ഡോജുവിന് പറഞ്ഞു കൊടുക്കും. എല്ലാ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അന്ന് കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ സിസ്റ്റർ കഴിച്ചിരുന്നത് ടാങ്കറിൻസ് ആണെന്ന് പറയും. ഹ്യൂണെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോജുൻ അവിടെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇയാൾക്ക് ടാങ്കറിൻസ് ഇഷ്ടമാണോ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫാം ഉണ്ട്, അവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വേണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണെന്ന് പറയും. അതെന്താ വാങ്ങിച്ചപ്പോൾ കൂടിപ്പോയോ, ബാക്കി എനിക്ക് തരാമെന്ന് വിചാരിച്ചു എന്നാണ് ഹ്യൂൺ അവിടെ തിരിച്ചു ചോദിക്കുന്നത്. രാവിലത്തെ ദേഷ്യം ഇരിക്കുകയാണ്, അത് അവന് മനസ്സിലാവും. എനിക്ക് ടാങ്കറിൻസ് ഇഷ്ടമല്ല, ഞാനത് കഴിക്കാറില്ല, ഇപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. പ്രസിഡന്റ് ഒരുപാട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മുഴുവൻ കഴിച്ചു തീർത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. ഇവനാണെങ്കിൽ സെക്രട്ടറിയെ കൊണ്ട് ടൺ കണക്കിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സെക്രട്ടറി പറഞ്ഞത് കേട്ടിട്ടാണല്ലോ വാങ്ങിച്ചത്, അതുകൊണ്ട് തന്നെ ആ ദേഷ്യം പോയിട്ട് സെക്രട്ടറി ഗോൾഡ് എടുത്താണ് തീർക്കുന്നത്. ഇത് മുഴുവൻ എങ്ങനെയാന്ന് വെച്ചാൽ തന്നെ കഴിച്ചു തീർത്തോളാൻ പറയും. മിറാന ഒരു ഇവന്റിൽ പങ്കെടുത്തിട്ട് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രീ മസാജ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള പാസ് അവള് ഹിയോണ് കൊടുക്കും. അവക്കാണല്ലോ ഇപ്പൊ അതിന്റെ ആവശ്യം. പേര് എന്റേത് തന്നെ പറയണം, എങ്കിൽ മാത്രമേ അവർ കയറ്റി വിടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവള് ഹിയോണിനെ അകത്തേക്ക് പറഞ്ഞു വിടും. അകത്ത് ചെല്ലുമ്പോൾ അവർ മിറാൻ നല്ല പേരെന്ന് ചോദിച്ചുറപ്പിക്കും. അവിടെ വേറൊരാളും കൂടിയുണ്ട്, അത് ഡോജുവിന്റെ അമ്മയാണ്. ഇവർക്ക് പരസ്പരം മുഖം കാണാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നല്ല തണുപ്പാണ് റൂമിനകത്ത്. അപ്പുറത്തുള്ള ആൾക്ക് നല്ല തണുപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് AC ഒന്ന് കുറച്ചിടാൻ പറ്റുമോ എന്ന് ഹിയോൺ അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കും. അവർക്കും തണുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവളത് പറഞ്ഞതെന്ന് ഡോജുവിന്റെ അമ്മയ്ക്ക് മനസ്സിലാവും. അവർക്കത് ഇഷ്ടപ്പെടും. ഡോജുൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ജെന്റിലായിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം, ഒരിക്കലും ജംഗുമിനെ പോലെ ആകാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക്. കുറച്ചു നേരം സംസാരിക്കുമ്പോഴത്തേക്കിനും ഹിയോണിനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവൾക്ക് എത്ര വയസ്സായി, അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, ആ വക കാര്യങ്ങൾ മുഴുവൻ അമ്മ ചോദിക്കും. സംസാരിച്ച് വരുമ്പോഴത്തേക്കിനും മിറാന്റെ പേരിലാണല്ലോ അവൾ അവിടെ ചെന്നത്, മിറാൻ അവരുടെ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. അത് കാര്യങ്ങൾ എളുപ്പമാക്കും. ജംഗുമിനാണ് ഹോട്ടലിന്റെ ചാർജ്. എംപ്ലോയീസിന്റെ ബയോഡേറ്റ വേണമെന്ന് അമ്മ പറയും. എന്നിട്ട് ചെന്ന് നോക്കുന്നുണ്ടെ മിറാന്റെ അമ്മ മരിച്ചുപോയതാണ്, അച്ഛൻ മാത്രമേ അവൾക്കുള്ളൂ, അച്ഛനാണ് അവളെ വളർത്തിയെന്ന് മനസ്സിലാവും. എന്നിട്ടും എത്ര നല്ല സ്വഭാവത്തിലാണ് അവൾ വളർന്നു വന്നതെന്ന് അമ്മ ആലോചിക്കുന്നുണ്ട്. ഡോജുവിന്റെ ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടിയിട്ട് ആരെയും നോക്കുവാണെന്ന് ജംഗുമിന് മനസ്സിലാവും. അവളത് ചോദിക്കുകയും ചെയ്യും, പക്ഷെ അമ്മ സമ്മതിച്ചു കൊടുക്കത്തില്ല. പ്രസന്റേഷന്റെ സമയത്തും ഹ്യോണ് വയ്യാതെ വരും. അന്നേരവും അവളെ രക്ഷിക്കുന്നത് സെയോൺ ആണ്. ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആവുന്നുണ്ട്. അവളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളൊക്കെ, പെരുമാറ്റത്തിലെ മാറ്റങ്ങളും എല്ലാം ടീം മെമ്പേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. ഹിയോൺ അതിന്റെ ഇടയ്ക്ക് കരഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ ഡോജുൻ കാണുന്നുണ്ട്. എന്താണ് റീസൺ എന്ന് നേരിട്ട് ചെന്ന് ചോദിക്കാനും വയ്യ. ആകെ ചോദിക്കാൻ പറ്റുന്നത് സെയോണിന്റെ അടുത്താണ്. അവര് റിലേറ്റീവ്സ് ആണെന്ന് കമ്പനിയിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ വന്നു കഴിയുമ്പോൾ പരിചയമുള്ള ഭാവം കാണിക്കരുതെന്ന് സെയോൺ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ സെയോണിനെ തന്നെ വിളിക്കും. ഹിയോണ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവൾക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഫുഡ് ഏതെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് ഡോജുൻ സെയോണിന്റെ അടുത്ത് പറയും. സെയോൺ ചോദിക്കുന്നുള്ള ഒരു ചൈനീസ് ഡിഷിന്റെ പേരാണ് ഹിയോൺ പറയുന്നത്. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഡോജുൻ പോയിട്ടൊരു ഫേമസ് ഷെഫിനെ കാണും. എന്നിട്ട് കമ്പനി ലഞ്ച് എന്നുള്ള രീതിക്ക് ഒരു ഇവന്റ് അറേഞ്ച് ചെയ്യും. അതാകുമ്പോൾ ആർക്കും സംശയം തോന്നത്തില്ലല്ലോ. അങ്ങനെ ഹിയോൺ ഇഷ്ടപ്പെട്ട ഡിഷ് ഉൾപ്പെടെ ഗ്രാൻഡ് ആയിട്ട് ആണ് അന്ന് ലഞ്ച് കമ്പനിയിൽ കൊടുക്കുന്നത്. എടുത്തു കൊടുക്കാനായിട്ട് ഡോജുന് നിപ്പുണ്ടായിരുന്നു. അവൻ സ്പെഷ്യൽ ആയിട്ട് ഡിഷൊക്കെ ഹിയോണ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അന്നേരവും വയ്യാതെ വരും, അതുകൊണ്ട് കഴിക്കാനായിട്ട് പറ്റത്തില്ല. അവൻ വറീഡ് ആവും, എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചോദിക്കാനും പറ്റത്തില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ
ഇത്രയും ഗ്രാൻഡ് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സിൻസിയർ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ഹിയോണെ പോലെ ഒരാള് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുമെന്ന് സെക്രട്ടറി ഗോ വന്നിട്ട് അവനോട് പറയും. കുഞ്ഞായിരിക്കുമ്പോൾ വയ്യാതെ വരുന്നുണ്ടെങ്കിൽ അമ്മ അവന് ഒരു സ്പെഷ്യൽ ടീ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് മോർണിംഗ് സിക്നസിന് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സ്വന്തമായിട്ട് ഹിയോണിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡോജൂൺ തീരുമാനിക്കും. ലഞ്ച് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരും. ഹിയോൺ മാത്രം എത്തിയിട്ടില്ല. അവൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ വരുന്നുണ്ട്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് തന്നെയാണോ റീസൺ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അതിനെക്കുറിച്ച് അവിടെ സംസാരമാവും. ടീം ലീഡർ ബാങ്കും അന്നേരം അങ്ങോട്ടേക്ക് വരും. ഒരുപാട് കാലം നോക്കിയിരുന്നിട്ട് ജർമ്മനിയിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയതാണ്. അതിൽ ഹിയോണ് സന്തോഷം ഉണ്ടായിരുന്നു. എന്നിട്ടും അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതിന് പിന്നിൽ കാര്യമായിട്ട് എന്തെങ്കിലും റീസൺ കാണുമെന്ന് അവരും പറയും. എല്ലാവർക്കും എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് സേവണ്ണും മനസ്സിലാവും. മിനൂക്കിന് മീറ്റിംഗ് നടക്കുമ്പോൾ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം മിറാൻ അവനോട് ചോദിച്ചല്ലോ ഹിയോണിനെ ഇഷ്ടമാണോ എന്നുള്ള രീതിക്ക്. അതൊക്കെ തന്നെയാണ് അവന്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അവൻ ഹിയോണിനെ കാണാനായിട്ട് വരും. മാനേജർ നായാണ് ആദ്യം അവനെ കാണുന്നത്. എന്തുപറ്റി ഇങ്ങോട്ടേക്ക്, ഹിയോണിനെ അന്വേഷിച്ച് വന്നതാണോ എന്ന് അയാൾ ചോദിക്കും. ഇവർ രണ്ടും ഫ്രണ്ട്സ് ആണെന്ന് അവിടെ എല്ലാവർക്കും അറിയാം. മാനേജർ ജാങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വയ്യാന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ വരുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് മാനേജറിനകത്ത് ചോദിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല, ആള് വോക്കഹോളിക് ആണല്ലോ, അതുകൊണ്ടാവാം വയ്യാതെ വരുന്നെന്നുള്ള രീതിക്ക് മിനുക്ക് പറയും. അയാൾ അത് വിശ്വസിക്കും. ഭയങ്കര നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഞാൻ കൂട്ടുവരാമെന്ന് മിനുക്ക് ഹിയോണിന്റെ അടുത്ത് പറയും. പക്ഷെ അവൾ സമ്മതിക്കത്തില്ല. നമ്മളെ രണ്ടുപേരെയും കൂടി ഒന്നിച്ച് കാണുകയാണെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും, ഇത് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതന്നെയാണ് ടീ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഡോജൂൺ അവിടേക്ക് വരുന്നത്. ഇവർ രണ്ടും കൂടി ഇരിക്കുന്നത് അവൻ കാണും. മിനുക്കിനെ അവൻ തിരിച്ചറിയും. അന്ന് രാത്രിയിൽ ഹിയോണിന്റെ വീടിന്റെ അവിടെ വെച്ച് കണ്ടത് അവനെയാണെന്ന് മനസ്സിലാവും. അവനും ഈ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അവൻ അന്നേരമാണ് മനസ്സിലാവുന്നത്. ഓഫീസിൽ ചെന്നിട്ട് ഡോജൂൺ മിനുക്കിനെ വിളിപ്പിക്കും. സെയിൽസ് ടീമിന്റെ കാര്യങ്ങളൊക്കെ ഇയാൾ നന്നായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇയാളുടെ റിപ്പോർട്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടെ കുറെ റിപ്പോർട്ട്സ് ഇരിപ്പുണ്ട്, എനിക്ക് അതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇയാൾ അതെല്ലാം നോക്കിയിട്ട് ഒന്ന് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് ഫയൽ ഇവന്റെ കയ്യിൽ എടുത്തു കൊടുക്കും. ഒരാഴ്ചക്കുള്ളിൽ ഇത് ചെയ്യണമെന്നും പറയും. ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന അത്ര ഫയൽസ് അല്ല അത്. ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇവൻ എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കിനും പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് പറഞ്ഞതല്ലേ, മിനുക്ക് കൊടുക്കാമെന്ന് പറയും. ആ പോവാൻ നേരത്ത് ഞാൻ ഇയാളുടെ ഡേറ്റിനെ ഇന്ററപ്റ്റ് ചെയ്തതൊന്നും ഇല്ലല്ലോ എന്ന് ഡോജൂൺ ചോദിക്കും. അതിനെനിക്ക് ഗേൾഫ്രണ്ട് ഇല്ലാന്ന് മിനുക്ക് മറുപടി പറയും. അത് കേൾക്കുന്നത് ഡോജൂണിന് സന്തോഷമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവന് സംശയമുണ്ട്. ഇയാൾ നല്ല ഹാൻസം ആണല്ലോ, പിന്നെന്താ ഗേൾഫ്രണ്ട് ഇല്ലാത്തത്? ഇയാൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കും. അപ്പോൾ ഒരു പ്രസിഡന്റ് വിളിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് മിനുക്കിന് സംശയമാവും. പ്രസിഡന്റിന്റെ പെരുമാറ്റം ഓടാണല്ലോ, എന്നെ കോംപ്ലിമെന്റ് ചെയ്യുവാണോ അതോ എന്നോട് വഴക്കുണ്ടാക്കുകയാണോ, എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ മിനുക്ക് ആലോചിക്കും. റീസൺ എന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ല. അസിസ്റ്റന്റ് മാനേജർ ചൈൽഡ് അടുത്ത് അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു, ഈ കാണിക്കുന്നതൊക്കെ ചൈൽഡിഷ് ആണ്, അയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് സെക്രട്ടറി ഗോ ഡോജൂണിന്റെ അടുത്ത് ചോദിക്കും. ഞാനൊന്നും ചെയ്തില്ലല്ലോ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അക്നോളജ് ചെയ്യണം, അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്നുള്ള രീതിക്ക് അവൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്ന് സെക്രട്ടറി ഗോയ്ക്ക് അറിയാം. പുറത്ത് മഴ പെയ്യുകയാണ്, ഹിയോന്റെ കയ്യിൽ കുട ഉണ്ടോ എന്ന് അറിയത്തില്ല. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഡോജൂൺ സെക്രട്ടറിയെ പറഞ്ഞു വിടും. അവൾ കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്യുന്നത് നോക്കി അവൾ അങ്ങനെ നിൽക്കുന്നത് മിനുക്ക് കാണും. അവളുടെ കയ്യിൽ കുട കാണത്തില്ല എന്ന് അവനറിയാം. അങ്ങനെ അവൻ കുടയും കൊണ്ട് വരുമ്പോഴത്തേക്കിനും അവളെ കാണാനില്ല. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവളൊരു ബ്ലാക്ക് കളർ കാറിൽ കയറി പോകുന്നത് കാണും. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളുടെ മുഖം പക്ഷെ അവനെ കാണാൻ പറ്റത്തില്ല. നനഞ്ഞു പോകാനായിരുന്നു ഇയാളുടെ പ്ലാൻ എന്ന് ചോദിച്ചിട്ട് ഡോജൂൺ വഴക്ക് പറയുന്നുണ്ടേ. വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണോ എന്നെ അന്വേഷിച്ച് വന്നതെന്ന് ഇവള് തിരിച്ചു ചോദിക്കും. ഇവൻ അന്നേരം പ്രിപ്പയർ ചെയ്ത് വെച്ച ടീ അവൾക്ക് എടുത്ത് കൊടുക്കും. ഇത് ബാക്കി വന്നതോ വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയതോ അല്ല, ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തതാണെന്ന് പറയും. ഇത് തരാൻ വേണ്ടിയിട്ടാണോ ഇയാള് എന്നെ അന്വേഷിച്ച് വന്നതെന്ന് അവൾ വീണ്ടും ചോദിക്കും. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അവന് ദേഷ്യം വരും. ഇത് തരാൻ വേണ്ടി മാത്രമെന്ന് എന്തിനാണ് ചോദിക്കുന്നത്, ഇതിന് വലിയ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട് അവൻ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കും. ഇത് ഞാൻ സ്വന്തമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തതാണെന്ന് പറയുന്നതാണ്. ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ ഇയാൾ എന്തിനാണ് ഇത് ചെയ്തത്, ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നാണ് അവൾ വീണ്ടും ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവന് തിരിച്ചൊന്നും പറയാൻ പറ്റാതാവും. ഇയാൾ ഞങ്ങളുടെ കമ്പനിയിലെ ഒരു ടോപ്പ് ടയർ എംപ്ലോയി ആണ്, അതുകൊണ്ട് നന്നായിട്ട് ഇയാളെ കെയർ ചെയ്യുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ്. ഇയാളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആരെന്ത് തന്നാലും വാങ്ങി കുടിക്കുന്ന ഒരു രീതിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. അവൾക്ക് സന്തോഷവും. ഹിയോണിനെ വീട്ടിൽ കൊണ്ടുവിടുമ്പോഴത്തേക്കിനും അവന് അമ്മയുടെ കോള് വരും. സംസാരം കേൾക്കുമ്പോൾ തന്നെ ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഡോജൂണിന് മനസ്സിലാവും. അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ, അതുകൊണ്ടാണോ എൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചതെന്ന് അമ്മ ചോദിക്കും. അവൻ അതിന് മറുപടി പറയത്തില്ല. ഞാൻ മസാജിന് പോയപ്പോൾ നല്ലൊരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തു, അതിന് അമ്മയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ, എന്നിട്ടും നല്ല രീതിക്കാണ് ആ കുട്ടി വളർന്നു വന്നേക്കുന്നത് എന്നുള്ള രീതിക്ക് അമ്മ പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ നോക്കാറുണ്ടോ, നമ്മളുടെ സെയോൺ അങ്ങനെയല്ലേ വളർന്നത്, അതുകൊണ്ട് അങ്ങനെ പറയരുതെന്ന് പറയും. സെയോണ് നീ ഒരു അച്ഛനായിരുന്നു, അതുകൊണ്ടാണ് സെയോൺ നന്നായിട്ട് വളർന്നു വന്നത്, ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് അമ്മ പറയും.
അപ്പൊ അവന് പഴയ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ചേട്ടൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കും സേവൺ വന്നിട്ട് ഡാഡി എന്താ അവിടെ ഫോട്ടോ ആയിട്ടിരിക്കുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കും. ഇവന് മറുപടി ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. സേവണിന്റെ അടുത്ത് അവൻ ക്ഷമ ചോദിക്കും. ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഞാൻ പുറത്താണ്, പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യും. സേയോൺ ജംഗുമിനെ കാണാനായിട്ട് വരും. ഫുഡൊക്കെ വാങ്ങിയാണ് വരുന്നത്. എക്സസൈസ് ചെയ്യണം എന്നൊക്കെ ജംഗുമിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും അമ്മ ആരാണ് മോൾ ആരാണെന്ന് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് സംശയം തോന്നുമെന്ന് ജംഗും പറയുന്നുണ്ട്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ സന്തോഷിച്ചേനെ അല്ലേ എന്ന് സേയോൺ ചോദിക്കും. അത് കേൾക്കുമ്പോൾ നിനക്ക് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ജംഗും തിരിച്ചു ചോദിക്കും. മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്കിൾ എനിക്ക് അച്ഛനെ പോലെ തന്നെയാണല്ലോ എന്നാണ് ഇവള് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ജംഗുമിന് ദേഷ്യം വരും. നിന്റെ അച്ഛൻ നിന്നെ അതിലും നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അങ്കിള് നിന്റെ അങ്കിളെ ആകത്തുള്ളൂ, അച്ഛനാകത്തില്ല. നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇതിലും നന്നായിട്ട് നോക്കിയേനെ. അതുകൊണ്ട് അച്ഛന് വിഷമം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നീ പറയരുതെന്നുള്ള രീതിക്ക് ജംഗും ദേഷ്യപ്പെടും. ജംഗും ദേഷ്യപ്പെടുമ്പോൾ സേയോൺ ഒന്ന് സ്റ്റാർട്ടിലാകുന്നുണ്ട്. കോള് കട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഹിയോൺ വയ്യാതിരിക്കുന്നത് അവൻ കാണും. അവൾക്ക് പനിയുണ്ടെന്ന് മനസ്സിലാവും. ഹോസ്പിറ്റലിൽ പോകാന്ന് പറയുമ്പോൾ അവൾ സമ്മതിക്കത്തില്ല. അങ്ങനെ അവനാണ് അവിടെ കൂടെ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് വയ്യാതെ വന്നിട്ടുള്ളപ്പോൾ ആരും എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ടില്ല, എനിക്കത് ടച്ചിങ് ആയിട്ട് തോന്നുന്നു അവൾ തുറന്നു പറയും. ഇയാൾക്ക് തീരെ വയ്യ. ടീം ലീഡർ ബാങ്കിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കാനായിട്ട് ഡോജുൻ പറയും. പക്ഷെ ഹിയോൺ സമ്മതിക്കത്തില്ല. എൻ്റെ ലൈഫ് ലോങ് ഡ്രീമാണ് കഴിഞ്ഞ ദിവസം ഞാൻ വേണ്ടാന്ന് വെച്ചത്. ജോലിക്ക് പോകുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൂടി വേണ്ടാന്ന് എന്നോട് ആരും പറയരുതെന്ന് അവൾ പറയും. ഇയാൾക്ക് കുട്ടിയെപ്പറ്റി നല്ല കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് എന്നോട് ഇത്ര കെയർ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും നന്നായിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യരുത്, ഞാനത് തെറ്റിദ്ധരിക്കുന്ന ഹിയോൺ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് ഡോജൂണ് തിരുത്തണം എന്നുണ്ട്. പക്ഷെ അവനൊന്നും പറയത്തില്ല. അങ്ങനെ ഹിയോൺ കിടന്ന് ഉറങ്ങിപ്പോവും. വയ്യാതെയും കൂടി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവള് സ്വപ്നത്തിൽ കിടന്നിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പണ്ട് അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് പോകരുതെന്നൊക്കെ അവൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് വീണ്ടും സ്വപ്നം കണ്ടിട്ട് അവള് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് ഡോജു. അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് അമ്മയുടെ മെസ്സേജ് വരും. നീ കാരണമാണ് എൻ്റെ ജീവിതം നശിച്ചു പോയത്, നീ ഒരിക്കലും ജനിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത്. അത് ഡോജുൻ കാണും. രാവിലെ ഹിയോൺ എഴുന്നേൽക്കുമ്പോൾ ഡോജുൻ പോയിട്ടുണ്ടാവും. അവൾ നോക്കുന്നുണ്ടെങ്കിൽ പനിയും കുറഞ്ഞിട്ടുണ്ട്. പല്ല് തേക്കാനായിട്ട് ചെല്ലുന്ന തന്നെയാണ് തലേ ദിവസം അവൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് ഓർമ്മ വരുന്നത്. ആകെ എംബാരസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഡോജുവിന്റെ കോള് വരും. റെഡിയായോ, ഞാൻ വീണ്ടും ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഫീൽഡ് ട്രിപ്പിന് പോകണം എന്നാണ് അവൻ പറയുന്നത്. അവൾ എഴുന്നേറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഹിയോൺ പെട്ടെന്ന് റെഡിയായി വരും. പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഇന്നലെ എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന് തോന്നുന്നു, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് അവൾ ഡോജുവിന്റെ അടുത്ത് പറയും. പുതിയ ബിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലിന്റെ ഫാം വിസിറ്റ് ചെയ്യാനായിട്ടാണ് അവർ വരുന്നത്. വീട്ടിൽ പോകാനായിട്ട് പാർക്കിംഗ് ലോട്ടിലേക്ക് വരുന്നതന്നെ അവിടെ ഒരു ബ്ലാക്ക് കളറിലെ കാർ കിടക്കുന്നത് മിനുക്ക് കാണും. അവന് സംശയം തോന്നും. തലേ ദിവസം ഹിയോൺ പോയ കാറും ഇതും സെയിം ആണോ എന്ന് അവൻ ആലോചിക്കും. നോക്കുന്നുണ്ടെങ്കിൽ അത് പ്രസിഡന്റിന്റെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അന്നേരമാണ് അവന് സംശയം വരുന്നത്. പ്രസിഡന്റ് അവനോട് സംസാരിച്ച രീതി, ചോദിച്ച കാര്യങ്ങൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അവന്റെ സംശയം കൂടും. അതുകൊണ്ട് തന്നെ അവൻ ഹിയോണിനെ അന്വേഷിച്ച് ചെല്ലും. ഒന്നിച്ച് പോകാനായിട്ട് അന്വേഷിച്ച് വന്നതാണെന്ന് ടീംമേറ്റ്സിന് മനസ്സിലാവും. പ്രസിഡന്റിന്റെ കൂടെ ഒരു ഫീൽഡ് ട്രിപ്പിന് പോയേക്കുവാണ്, അവർ ഒന്നിച്ച് അവിടെ നിന്നായിരിക്കും പോവുക എന്ന് ടീംമേറ്റ്സ് അവനോട് പറയും. അന്നേരമാണ് മിനുക്ക് ആ കാര്യം അറിയുന്നത്. ഫാമറും വൈഫും അവർക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊടുക്കും. സിൻസിയറായിട്ട് അവരെ അവള് അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ഡോജൂണിന് ഇഷ്ടപ്പെടും. ഡോജൂണിന് ഫാമൊക്കെ ഇഷ്ടപ്പെടും. അവരോട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. കൂടുതൽ പ്രൊഡക്ഷൻ വേണ്ടി വരുമെന്നും പറയും. ഹസ്ബൻഡും വൈഫും അത് സമ്മതിക്കും. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അവരെത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. രണ്ടുപേർക്കും നല്ല സ്നേഹമാണ്. ലൈഫ് ലോങ് രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകൾക്ക് ഇത്രയും സ്നേഹത്തോടെ ഇത്രയും കാലം ജീവിക്കാനായിട്ട് പറ്റുമോ എന്നുള്ള രീതിക്ക് ഹിയോൺ ചോദിക്കും. ചില ആളുകൾ കല്യാണം കഴിക്കുന്നത് ഒരു കൂട്ട് വേണമെന്ന് തോന്നുമ്പോഴാണ്. ചില ആളുകൾക്ക് അവരുടെ ഇൻസെക്യൂരിറ്റീസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആളുടെ പ്രസൻസ് ഹെൽപ്പ് ചെയ്യുമെന്ന് ഡോജൂൺ പറയും. ഒരാള് നമ്മുടെ കൂടെ വേണം എന്നുള്ള തോന്നലാണെങ്കിൽ ആ ആള് നമ്മൾ അത്രയും വിശ്വസിച്ച ഒരാളായിരിക്കുമല്ലോ. അയാൾ നമ്മളെ ബിട്രേ ചെയ്യുവാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക എന്ന് ഹിയോണിനെ തിരിച്ചു ചോദിക്കും. അമ്മ ഓരോന്ന് പറഞ്ഞത് കാരണമാണോ ഇയാൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടില്ല. ഇയാളുടെ ലൈഫ് പ്രഷ്യസ് ആണ്. അമ്മ ഹേർട്ട്ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതിരുന്നാൽ പോരെയെന്ന് ഡോജൂൺ ചോദിക്കും. അമ്മ അയച്ച മെസ്സേജ് അവൻ കണ്ടു എന്ന് ഹിയോണ് മനസ്സിലാവും. അവൾക്ക് ദേഷ്യം വരും. ഇയാള് പ്രിവിലേജ്ഡ് ആയിട്ടാണ് വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. അതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആരാണ് പറയുന്നതെന്ന് അനുസരിച്ചിരിക്കും അത്. ചില ആളുകൾക്ക് ഇതൊക്കെ ലൈഫ് ലോങ് സ്ട്രഗിൾ ആണെന്ന് പറഞ്ഞിട്ട് അവള് ദേഷ്യത്തിലാണ് കാറിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയും കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പ്രപ്പോസൽ റെഡിയാക്കിയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഹിയോൺ കാറിൽ നിന്ന് ഇറങ്ങുന്നത്.
അവളുടെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ ഡോജുവിന്റെ അടുത്ത് കാണിച്ചതാണ്. അത് ശരിയായില്ല എന്നുള്ള തിരിച്ചറിവ് ഹിയോണിനുണ്ട്. ഹിയോൺ വീട്ടിലേക്ക് വരുമ്പോൾ മിനുക്ക് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത്രയും നേരം എവിടെയായിരുന്നു? എന്താ പറയാതെ പോയത്? കുട്ടിയുടെ അച്ഛൻ്റെ ഒപ്പമായിരുന്നു. പ്രസിഡന്റ് ഡോജൂണാണോ കുട്ടിയുടെ അച്ഛൻ എന്ന് മിനുക്ക് ചോദിക്കും. ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു, പക്ഷെ പറ്റിയില്ല എന്ന് ഹിയോൺ പറയുന്നുണ്ടേ. ഇയാൾ എന്ത് തീരുമാനിച്ചു എന്ന് മിനുക്ക് ചോദിക്കും. കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചു എന്ന് അവള് സമ്മതിക്കും. എങ്ങനെയാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്? ഇയാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് കുട്ടിയെ വളർത്താനായിട്ട് പറ്റുന്നത്? ഇയാൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ ഇയാളുടെ ഡ്രീമോ എന്നൊക്കെ മിനുക്ക് വീണ്ടും വീണ്ടും ചോദിക്കും. ഞാൻ എൻ്റെ ഡ്രീംസ് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല. ഇതിനു ശേഷവും എനിക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാമല്ലോ. ഇപ്പൊ എന്റെ തീരുമാനം അങ്ങനെയാണെന്ന് ഹിയോൺ പറയുന്നുണ്ട്. നീ കല്യാണത്തിന് എതിരായിരുന്നല്ലോ, എങ്ങനെയാണ് കുട്ടിയെ ഒറ്റയ്ക്ക് വളർത്തുന്നതെന്ന് മിനുക്ക് ചോദിക്കും. കുട്ടിയുടെ അച്ഛൻ റെസ്പോൺസിബിലിറ്റി എടുക്കാമെന്നാണ് പറഞ്ഞതെന്ന് ഹിയോൺ മറുപടി പറയും. അയാൾ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചോ? അയാൾ പറഞ്ഞത് നീ എന്തിനാണ് വിശ്വസിക്കുന്നത്? അയാൾ വലിയ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ പറഞ്ഞതെല്ലാം സത്യസന്ധമായിട്ടാണെന്ന് നിനക്ക് എന്താണ് ഇത്ര ഉറപ്പെന്ന് മിനുക്ക് വീണ്ടും ചോദിക്കും. ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ എന്താണ് ഇത്ര പ്രയാസം? എന്തുകൊണ്ട് എന്നെ വിശ്വസിച്ചു കൂടാന്ന് ചോദിച്ചിട്ട് ഡോജൂൺ അവിടേക്ക് വരും. ഇയാള് ടൈം പാസിന് വേണ്ടിയിട്ട് ഹിയോണിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തണം. ഹിയോൺ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല എന്ന് മിനുക്ക് ഡോജൂണിന്റെ അടുത്ത് ദേഷ്യപ്പെടും. ഞാൻ ടൈം പാസിനായിട്ടാണ് ഓരോന്ന് പറയുന്നതെന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഡോജൂൺ ഹിയോണിന്റെ അടുത്ത് ചോദിക്കും. അതിനവൾക്ക് മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല. അവൾ മിണ്ടാതെ നിൽക്കുന്നത് മിനുക്കും ശ്രദ്ധിക്കും. എന്റെ ഫീലിങ്സ് സിൻസിയർ ആണോ എന്ന് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇയാൾ തീരുമാനിച്ചാൽ മതി. കുറച്ച് ദിവസങ്ങളായിട്ട് ഇയാൾ ആരുടെങ്കിലും അടുപ്പത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇയാള് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇയാളെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരികയും എങ്ങനെ ഇയാളെ ആശ്വസിപ്പിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇയാളെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് കൊണ്ടാണോ എന്ന് ഡോജൂൺ ചോദിക്കും.